ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. കന്യാകുമാരി ജില്ലയിലെ ആരൽവായ് മൊഴി എന്ന് പറയുന്ന പള്ളിയിലേക്കാണ്. ഈ ഒരു പള്ളിയിൽ ഞാൻ കുഞ്ഞിലെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് കാറ്റാടിമല എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പക്ഷെ അന്ന് പോയതിൻ്റെ ഓർമ്മകളൊന്നും എനിക്കില്ല. പക്ഷെ ഇവിടെ കുറേ അത്ഭുതകരമായ കാര്യങ്ങളുണ്ടെന്നും ഈ ബെൽ റോക്ക് അതുപോലെ ടിയർ റോക്ക് ഉണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ തന്നെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നല്ല രസമായിരുന്നു. ഞാനും ദിയൊക്കെ ആയിരുന്നു ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് എന്നാ ഈ പുറത്തെ രീതികളില്ലേ, നമ്മുടെ ഫോറിനിലൊക്കെ ചേർച്ചിൻ്റെ ഒരു മോഡലിൽ പോലെ എനിക്ക് തോന്നി. പിന്നെ കൂടുതലും അവർ തമിഴ് വേർഡിങ്സ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വായിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. എന്നാലും ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അദ്ദേഹം ഗൺഷോട്ടായി വീണതിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിനും ഗൈഡൻസ് ആയിട്ട് ഇപ്പം അതായത് ക്രൂസിഫിക്കേഷൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓരോ റോക്കിനും ആ റോക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എല്ലാ ലാംഗ്വേജസിലും അതൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നവർക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ ഈ പടി കയറിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾ ആദ്യം തന്നെ ടിയർ റോക്ക് കാണാനാണ് പോയിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പോകുന്ന സമയം ഇതിൻ്റെ ഐതിഹ്യം ചെറുതായിട്ട് പറഞ്ഞുതരാം. വിശുദ്ധ ദേവസഹായം പിള്ള എന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നീലകണ്ഠ പിള്ള എന്നതായിരുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ഫുള്ള് ഹിന്ദുസ് തന്നെയായിരുന്നു. അപ്പോൾ ഡച്ച് സൈന്യാധിപൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കാരണം ക്രിസ്തുവിനെ കൂടുതൽ അറിയാനും ക്രിസ്ത്യാനിറ്റി കൂടുതൽ അറിയാനും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ കൂടുതൽ വിശ്വസിക്കാനും തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ വിശ്വാസം വിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹം അതേപോലെ മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇത് കാരണം ആണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്കാർ തന്നെ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അവരെ അവരോട് പറഞ്ഞു എന്താണ്, അദ്ദേഹം എല്ലാവരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുവാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ക്രൂസിഫിക്കേഷൻസ് എല്ലാം നടന്ന് അദ്ദേഹത്തിനെ രാജദ്രോഹിയായിട്ട് കൊല്ലുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഈ ഒരു ദൈവസഹായം പിള്ളയുടെ ചേർച്ച്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ടിയർ റോക്ക് ഉണ്ടല്ലോ, ആ ടിയർ റോക്കിൽ നിന്ന് വരുന്നത് യഥാർത്ഥ കണ്ണീരിൻ്റെ ഒരു ഇതാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും കൺമുൻപിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഈ ഒരു പള്ളിയിലേക്ക് എനിക്ക് പോയപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നമ്മുടെ ഫുൾ കുറേ കാറ്റാടികൾ അതുപോലെ തന്നെ മലകളും മരങ്ങളും ഒരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടുമെന്ന് പറയാറില്ലേ, അതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ എന്തുകൊണ്ടോ ക്രിസ്തു ജനിച്ച അന്ന് തന്നെ നമ്മുടെ ക്രിസ്മസ് ഡേയിൽ തന്നെ എനിക്ക് ഈ ഒരു പള്ളിയിലേക്ക് ഇത്രയും വിശുദ്ധമായൊരു സ്ഥലത്ത് പോകാൻ പറ്റിയതിൽ അതീവ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ദൈവസഹായം പിള്ള മുട്ടിട്ട് പ്രാർത്ഥിച്ചു, അപ്പോൾ ഈ പാറ പൊട്ടി വെള്ളം വന്നു എന്നൊക്കെ പറയുന്ന ഐതിഹ്യങ്ങളും ഉണ്ട്. പിന്നെ അദ്ദേഹം എന്തൊക്കെ രീതിയിൽ കൂടെ പോയി എന്തൊക്കെ ക്രൂസിഫിക്കേഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബോർഡ്സിലുള്ളത്. എൻ്റെ അമ്മ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു എന്തൊക്കെയായിരുന്നു. ആദ്യം ക്വസ്റ്റ്യനിങ് ഉണ്ടായിരുന്നു, അതിനുശേഷം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുമായിരുന്നു, അതിനുശേഷം അദ്ദേഹത്തെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് ഈ ബഫലോയുടെ പുറത്ത് ഇരുത്തി നാട് നീളെ പരേഡ് പോലെ കൊണ്ടുപോയി അദ്ദേഹത്തെ എല്ലാവരും അപമാനിക്കുകയാണ് ചെയ്യുണ്ടായ. അതിനുശേഷം ഒരു 30 അടികൾ കൊടുത്തു എന്നാണ് പറയുന്നത്, കിടത്തി ചങ്ങലക്കിട്ട്. അങ്ങനെ പിന്നീട് ഈ ഒരു എൻക്വയറി പിന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിലും ഒരു തെറ്റുകാരനെ പോലെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചെന്നുള്ള ഒരു ഒറ്റ പേരിൽ മാത്രം നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണല്ലേ. അതുപോലെ തന്നെയാണ് അതിനുശേഷം ഒരു കല്ലിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയും എന്നിട്ട് കാളയെ കൊണ്ട് അദ്ദേഹത്തെ വലിപ്പിക്കുകയും അതുപോലെ തന്നെ ചില്ലി സ്മോക്ക് മുളകിട്ടിട്ട് ആ ഒരു ആവിയിൽ അദ്ദേഹത്തെ ശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഒരു കാസ്കറ്റിനകത്ത് ഇടുക.
പിന്നെ പാമ്പുകളും അതുപോലെ തേളുകളും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ടിടുക, അങ്ങനെ ഒരു റൂമിലായിരുന്നു. പിന്നെ അദ്ദേഹത്തെ ഒരു ബോയിലിംഗ് ലൈമിലേക്ക് ഭയങ്കര ചൂടുള്ളൊരു ഇതിനകത്തിടുക. പിന്നെ കുരങ്ങൻ്റെ കേവിനകത്ത് കുരങ്ങന്മാർ താമസിക്കുന്ന ഗുഹയിലിടുക. അവസാനം കുറേ അടികളും കൊടുത്ത് അദ്ദേഹത്തെ ഗൺഷോട്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റേജസിൽ കൂടെയാണ് അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് കടന്നുപോയത്. നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ ഈ വിസിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എത്രയൊക്കെ ഒരാൾ ഒരു ക്രിസ്തീയ മതം സ്വീകരിക്കാൻ എന്തൊക്കെ സഫർ ചെയ്ത് കാണുമല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരാൻ എന്തൊക്കെ ഭാഗ്യപ്പെട്ടിരിക്കും. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ മതത്തിൻ്റെ പേരിൽ അന്നത്തെ കാലത്ത് തന്നെ ഇതൊക്കെ നമുക്ക് ഓർക്കാൻ കൂടി പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കഥകളൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ലക്കിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതൊരു വെറും കഥകളല്ല, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരാൾ അനുഭവിച്ച കഥകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവസഹായം പിള്ളേനെ വിശുദ്ധ പദവിയിലേക്ക് നയിക്കുന്ന സമയത്തും കുറേ ഓപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹം ഇന്ന് വിശുദ്ധനാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഓരോരോ നന്മകളുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സമയം പങ്കിടുന്നതിൽ ഒരു തെറ്റില്ല. അവസാനം എല്ലാവരും ആരിലാണ് എത്തുന്നത്? ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിക്കുള്ളൂ. അടുത്തത് നമ്മൾ പറഞ്ഞ് കുറേ പോയി എന്നറിയാം. സോ അടുത്തത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബെൽ റോക്ക്. അതായത് നമ്മളൊരു എന്തൊരു കല്ലെടുത്തിട്ട് ഈ പാറയിൽ അടിക്കുമ്പോഴത്തേക്കും മണിയുടെ ഒച്ച കേൾക്കുന്നതാണ് പറയുക. ഞങ്ങളും അതുപോലെ തന്നെ ബെൽ റോക്കിൻ്റെ അവിടെ പോയി ഞങ്ങൾ കല്ലെടുത്തു, ബെല്ലിൽ ഇങ്ങനെയൊക്കെ അടിച്ചൊക്കെ നോക്കി, ആ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ആൻഡ് എന്തോ നല്ല രസമാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ പ്രശ്നം ഉള്ളതെന്ന് തോന്നിയത്, ഈ ഒരു ബെൽ റോക്ക് എത്താൻ നമുക്ക് കുറേ പടികൾ കയറാനുണ്ടായിരുന്നു. ഒരുപാട് പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പതിയെ പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു 45 ഡിഗ്രി ആംഗിൾ എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിന്നാണ് പോയത്. അപ്പം അങ്ങനെ ശ്വാസം സംബന്ധിതമായിട്ട് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ സമാധാനമായിട്ട് പോവാണ്ടിരിക്കാനൊന്നും ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ നമ്മളെ ദൈവമെങ്കിലും അവിടെ എത്തിക്കും. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ നമുക്ക് സൺസെറ്റും കാണാം, നമ്മുടെ സൂര്യൻ ഒരു സ്ഥലത്തോട്ട്, അതുപോലെ തന്നെ മലകൾ. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്പോട്ട്. ഇവിടെ ഞാൻ പോയപ്പോൾ കുറേ ഈ കർച്ചീഫൊക്കെ വെച്ചിട്ട് കുഞ്ഞി തൊട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾ ഇല്ലാത്തവർക്ക്. പിന്നെ ഈ മാരേജ് നടക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ കെട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു പഴയ രീതിയിൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ചർച്ച്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ക്രിബ് നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു പുൽക്കൂടായിരുന്നു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു വലിയ രീതിയിൽ നമ്മൾ ഗ്രാൻഡായിട്ട് കണ്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ അവർ സെറ്റ് ചെയ്തതെല്ലാം കുഞ്ഞി പുല്ലൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ണീശയൊക്കെ കാണാൻ എന്നെ ഐശ്വര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിക്കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ ശരി, ടാറ്റാ, ടേക്ക് കെയർ, ബൈ.